നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആണവ കരാർ ഇല്ലെങ്കിലും ഹോർമുസിൽ നിന്ന് പിന്മാറിയാൽ മതി. ഇറാനുമായുള്ള യുദ്ധത്തിൽ നിന്ന് നൈസ തലയൂരാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം. അമേരിക്കയുടെ യു-ടേൺ അടി മുൻകൂട്ടി കണ്ട് യുദ്ധത്തിന് ചാടിയിറങ്ങാൻ ഇസ്രയേൽ. ഈ യുദ്ധം ഞങ്ങളുടെ നിലനിൽപ്പിന്റെ ഭാഗം. അമേരിക്കയെയോ ട്രംപിനെയോ കണ്ടിട്ടല്ല ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഇറാന്റെ തലയെടുത്ത് യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് കട്ടായം ഘടിപ്പിച്ച് ഇസ്രയേൽ. ജൂതപ്പടയും പ്രതിരോധ മന്ത്രി കാറ്റ്സും തീവ്ര വലതുപക്ഷക്കാരും നെതന്യാഹുവും യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു. അമേരിക്ക പോയി പണി നോക്ക്, ഇറാനെ ഞങ്ങൾ തീർത്തോളാമെന്ന് ജൂതന്റെ മറുപടി. ഇറാനെതിരെ ശക്തമായ സൈനിക ആക്രമണത്തിന് ഇസ്രയേൽ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ. സൈനികരുടെ അവധികൾ അടിയന്തരമായി റദ്ദാക്കി തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളലുകളുണ്ടെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കെയാണ് സഖ്യകക്ഷികളുടെ പിന്തുണ കാത്തുനിൽക്കാതെ ഇസ്രയേൽ ഏകപക്ഷീയമായി ആക്രമണത്തിന് തയ്യാറെടുക്കുന്നത്. മുമ്പ് ഫെബ്രുവരി 26-നും സമാനമായി സൈനികരുടെ അവധി റദ്ദാക്കിയതിന് തൊട്ടു പിന്നാലെ ഇറാനിയൻ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു. സംഘർഷം കൂടുതൽ വഷളാക്കാതെ ചർച്ചകളിലൂടെ പരിഹാരം കാണണമെന്നാണ് അമേരിക്കൻ ഭരണകൂടത്തിന്റെ ആവശ്യം. ഇസ്രയേലിന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ച് സംഘർഷത്തിൽ പങ്കുചേരില്ല എന്ന പരോക്ഷ സൂചനകൾ അമേരിക്ക നൽകിയിട്ടുണ്ട്. നീണ്ടു നിൽക്കുന്ന യുദ്ധം ഇറാന്റെ പൂർണ്ണമായ പരാജയത്തിലേക്ക് നയിക്കില്ലെന്ന് നയതന്ത്ര വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അമേരിക്കയുടെ ഈ നിലപാട്. എന്നാൽ ഇറാനെതിരെയുള്ള സൈനിക നീക്കത്തിന് അമേരിക്കയുടെ പിന്തുണയോ അനുവാദമോ ആവശ്യമില്ലെന്നും സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ആരുടെയും സമ്മതം കാത്തുനിൽക്കില്ലെന്നും നെതന്യാഹു സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന ഒക്ടോബറിലെ പൊതു തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ബെഞ്ചമിൻ നെതന്യാഹു കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദമാണ് നേരിടുന്നത്. ഇറാനെതിരെ വിജയകരമായ ഒരു സൈനിക നീക്കം നടത്താനായാൽ അത് വോട്ടർമാർക്കിടയിൽ വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദം മറികടക്കാനുള്ള ഒരു തന്ത്രം കൂടിയാണോ ഈ നീക്കത്തിന് പിന്നിലെന്ന് സംശയിക്കപ്പെടുന്നു. ഇതേസമയം ദീർഘകാലം നീണ്ടുനിൽക്കുന്ന തിരിച്ചടികളെ പ്രതിരോധിക്കാൻ ആവശ്യമായ മിസൈൽ വേധ സംവിധാനങ്ങൾ ഇസ്രയേലിന്റെ പക്കലുണ്ടോ എന്നത് സംശയകരമാണെന്ന് ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായാൽ കടുത്ത പ്രത്യാക്രമണം നേരിടേണ്ടി വരുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രയേലിലെ പ്രധാന നഗരമായ ടെല്ലവീവും ഹൈഫയിലെ എണ്ണ ശുദ്ധീകരണശാലകളും ലക്ഷ്യമിടുമെന്നാണ് ഇറാന്റെ പ്രധാന ഭീഷണി. ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഗസ സമാധാന പദ്ധതി പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇസ്രയേൽ. ഹമാസ് പൂർണ്ണമായും ആയുധം വെച്ച് കീഴടങ്ങുന്നതുവരെ ഗസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം ഒട്ടും തന്നെ പിന്മാറില്ലെന്ന് പ്രധാനമന്ത്രി നെതന്യാഹു വ്യക്തമാക്കുകയാണ്. ഇതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം ലഘൂകരിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ കൂടുതൽ സങ്കീർണമായിരിക്കുന്നു. ഞായറാഴ്ച ചേർന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് അമേരിക്കൻ പിന്തുണയോടെ ഹമാസ് അംഗീകരിച്ച 15 ഇന സമാധാന നിർദ്ദേശം ഇസ്രയേൽ നിരാകരിക്കുന്നതായി നെതന്യാഹു പ്രഖ്യാപിച്ചത്. 15 ഇന നിർദ്ദേശങ്ങൾ അടങ്ങിയ രേഖ ഇസ്രയേൽ അംഗീകരിക്കില്ല. ഹമാസ് ആയുധം ഉപേക്ഷിച്ചേക്കുന്നതുവരെ ഇസ്രയേൽ സൈന്യം പിന്മാറുകയുമില്ല. ഞങ്ങളുടെ സേനയ്ക്കും പൗരന്മാർക്കും നേരെ ഉണ്ടാകുന്ന ഭീഷണികളെ ഇല്ലാതാക്കുന്നത് തുടരും. ഈ വിഷയത്തിൽ ഞങ്ങൾ അമേരിക്കയുമായി സംസാരിക്കുന്നുണ്ട്. അവരുടെ ചില ആശയങ്ങൾ ഞങ്ങൾക്ക് സ്വീകാര്യമാണ്, എന്നാൽ ചിലത് അംഗീകരിക്കാനാവില്ല. ചില കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ ഇസ്രയേലിന് നന്നായി അറിയാം, നെതന്യാഹു പറയുന്നു. തന്നെ പോലെ ഒരു പ്രധാനമന്ത്രി ഭരണത്തിലുള്ളിടത്തോളം കാലം ഒരു പലസ്തീൻ രാഷ്ട്രവും രൂപീകരിക്കപ്പെടില്ലെന്നും നെതന്യാഹു വീണ്ടും വ്യക്തമാക്കുന്നു. ഇതേസമയം സമാധാന പദ്ധതി പൂർണ്ണമായി നടപ്പിലാക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് ഹമാസ് വ്യക്തമാക്കി. നെതന്യാഹുവിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ടെലഗ്രാമിലൂടെ പുറത്തുവിട്ട പ്രസ്താവനയിലാണ് ഹമാസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കരാറിനെ തടസ്സപ്പെടുത്തുന്ന ലംഘനങ്ങളോ വീഴ്ചകളോ ഉണ്ടാകാതിരിക്കാൻ മധ്യസ്ഥ രാജ്യങ്ങൾ നോക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഒക്ടോബറിൽ ഹമാസുമായി വെടിനിർത്തൽ ധാരണയിൽ എത്തിയിരുന്നുവെങ്കിലും ഗസയിലുടനീളം ഇസ്രയേൽ ആക്രമണങ്ങൾ തുടരുകയായിരുന്നു. തുടർന്ന് ജൂലൈ 30-നാണ് ചരിത്രപരമായ സമാധാന കരാർ പ്രഖ്യാപിച്ചത്. US നേതൃത്വത്തിലുള്ള ബോർഡ് ഓഫ് പീസ് വഴിയാണ് കരാർ കൊണ്ടുവന്നത്. ഇസ്രയേലും വിവിധ അറബ് രാജ്യങ്ങളും ഉൾപ്പെടെ 40ഓളം രാജ്യങ്ങൾ ഇതിൽ പങ്കാളികളാണെങ്കിലും ഫലസ്തീൻ പ്രതിനിധികൾ ആരും തന്നെ ഇതിൽ ഉൾപ്പെട്ടിരുന്നില്ല. ഇതേസമയം നെതന്യാഹുവിന്റെ പുതിയ നിലപാടിനോട് വൈറ്റ് ഹൗസ് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇതോടെ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ഒരു വലിയ രാഷ്ട്രീയ ചലനം ഉണ്ടായിരിക്കുകയാണ്. ഇത്തവണ പ്രശ്നം അമേരിക്കയും ഇറാനും തമ്മിലല്ല, മറിച്ച് അമേരിക്കയും ഇസ്രയേലും തമ്മിലാണ്. ലോകമേറെ കാലമായി ഒരേ സഖ്യമായി കണ്ടിരുന്ന രണ്ട് രാജ്യങ്ങൾ. ഒരു വശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, മറുവശത്ത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പക്ഷേ ഗാസ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണമെന്ന കാര്യത്തിൽ ഇരുവരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പരസ്യമായി പുറത്തു വന്നു കഴിഞ്ഞു. ട്രംപ് മുന്നോട്ട് വെച്ച 15 ഇന
ഗാസ പീസ് പ്ലാൻ നെതന്യാഹു നിരസിച്ചതാണ് പുതിയ പ്രതിസന്ധിക്ക് ഏറ്റവും പ്രധാന കാരണമായി മാറിയിട്ടുള്ളത്. ഇതോടെ ഇറാനിലും പലസ്തീനിലുമുള്ള കൂട്ടായ സൈനിക നടപടികളിലൂടെ ആയിരങ്ങളെ കൊന്നൊടുക്കുകയും ലോകത്ത് വംശീയ ഭിന്നതകൾ എക്കാലത്തെയും കലുഷിതമായ നിലയിൽ വളർത്തിയെടുക്കുകയും ചെയ്ത ശേഷം ഇസ്രയേൽ അമേരിക്ക നയതന്ത്ര ബന്ധങ്ങളിൽ വിള്ളലുകൾ വർദ്ധിക്കുന്നു. ഇരു രാജ്യങ്ങളും ചേർന്ന് നടത്തിയ ഏകപക്ഷീയവും വിനാശകരവുമായ ആക്രമണങ്ങൾ തിരിച്ചടിക്കുന്ന സാഹചര്യമാണിപ്പോൾ. ഏറ്റവും ഒടുവിൽ ഗാസ സമാധാന പദ്ധതിയിൽ നിന്ന് ഇസ്രയേൽ പരസ്യ പ്രഖ്യാപനത്തോടെ പിൻവാങ്ങിയത്. കരാറിന് ശേഷവും നിരവധി ആളുകളെ കൊന്നൊടുക്കുകയും ഭൂവിഭാഗങ്ങൾ കയ്യേറുകയും ചെയ്യുന്നത് തുടരുകയായിരുന്ന ഇസ്രയേൽ സമാധാന കരാറിൽ നിന്നുള്ള പിന്മാറ്റം പരസ്യമായി ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുന്നത് ആദ്യമാണ്. ഹമാസിന്റെ പൂർണ്ണമായ നിരായുധീകരണം നടപ്പാക്കാതെ ഗാസയിൽ നിന്നും പിന്മാറില്ല എന്നാണ് ഇസ്രയേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചത്. ഇരു രാജ്യങ്ങളും തങ്ങളുടെ അധിനിവേശ പടയോട്ടങ്ങളിൽ ഇരുവഴി തേടുകയാണ്. ഹമാസ് എന്ന ശത്രുവിനെ പർവ്വതീകരിച്ചാണ് ഗാസയ്ക്ക് മേലുള്ള അധിനിവേശവും വംശഹത്യയും തുടരുന്നത്. ഇതിനിടയിൽ രാജ്യത്ത് വളർത്തിയെടുത്ത വംശീയ വിദ്വേഷം തന്നെയും നെതന്യാഹുവിനെയും തിരിച്ചടിക്കാവുന്ന ഘട്ടമാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇതേ വംശീയത പ്രതിപക്ഷ കക്ഷിക്കും മുതലെടുക്കുകയും വോട്ടാക്കി മാറ്റാൻ ശ്രമം തുടങ്ങുകയും ചെയ്യുന്നു. ഇതുകൂടിയാണ് ഗാസ സമാധാന പദ്ധതിയിൽ നിന്നുള്ള പരസ്യമായ പിന്മാറ്റത്തിന് പെട്ടെന്നുള്ള ഹേതുവായി തീർന്നിരിക്കുന്നത്. രാജ്യം വംശീയ വിദ്വേഷത്തിന്റെ തീയിൽ തന്നെയാണ്. ആക്രമണങ്ങൾ ഉടൻ നിർത്താനും ഗാസ സമാധാന കരാറിലെ ഉപാധികളിലെ വ്യവസ്ഥകൾ പാലിക്കാനും US ആവർത്തിച്ച് ആവശ്യപ്പെട്ടുവെങ്കിലും ഇസ്രയേൽ ആക്രമണം തുടരുക തന്നെയാണ്. ഇതോടെ ഇറാൻ യുദ്ധത്തിൽ നിന്നേറ്റ തിരിച്ചടികളിൽ പൊള്ളിയിരിക്കുന്ന അമേരിക്കയ്ക്ക് ഇരട്ട ബാധ്യതയായി. ഇറാൻ യുദ്ധം വഴി ഹോർമോസ് കടലിടുക്കിൽ സൃഷ്ടിച്ച പ്രതിസന്ധി തന്നെയും ലോകരാജ്യങ്ങളുടെ മുന്നിൽ ന്യായീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു ഡൊണാൾഡ് ട്രംപും അമേരിക്കയും. ബരാക് ഒബാമ ഉൾപ്പെടെ മുൻ ഭരണാധികാരികൾ തള്ളിക്കളഞ്ഞ യുദ്ധപദ്ധതിയാണ് ഇറാനെതിരെ ട്രംപ് ഏറ്റെടുത്തത്. നെതന്യാഹു നേരിട്ട് US സന്ദർശിച്ച് ആവശ്യം ഉന്നയിച്ചതിന് പിന്നാലെയായിരുന്നു ഇത്. അനാവശ്യ യുദ്ധമെന്ന് രാജ്യത്തിനകത്തു നിന്ന് തന്നെ വിമർശനം ഉയർന്നിട്ടും നെതന്യാഹുവിനും ഇസ്രയേലിനും ഒപ്പം ഉറച്ചു നിൽക്കുകയായിരുന്നു ട്രംപ് തുടക്കത്തിൽ ചെയ്തത്. യുദ്ധത്തിലെ വ്യാപാര താൽപര്യങ്ങളും ലോകരാജ്യങ്ങൾക്ക് മേലുള്ള കോർപ്പറേറ്റ് ഭരണകൂട കൂട്ടുകെട്ടിന്റെ കച്ചവടക്കണ്ണും ഇതിന് ഉൾബലമായിട്ടുമുണ്ട്. പക്ഷേ യുദ്ധം തുടങ്ങിയതും തിരിച്ചടികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഹോർമുസ് അടച്ചതോടെ അതുവരെ ട്രംപ് പ്രതികാര നികുതി മുൻനിർത്തി നടത്തിയിരുന്ന സാമ്പത്തിക സമ്മർദ്ദ യുദ്ധം പിൻവലിക്കേണ്ടി വന്നു. റഷ്യൻ എണ്ണ വാങ്ങുന്നവർക്കെതിരെ എന്ന നിലയിലേക്ക് താരിഫ് യുദ്ധത്തെ പരിമിതപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടായി. ഇതിനിടെ ഇറാൻ ആക്രമണത്തിൽ നിന്നും ഇസ്രയേൽ പതിയെ പിൻവലിയുന്നതും ലോകം കണ്ടു. ട്രംപ് സ്വയം സമാധാന നോബൽ സമ്മാനത്തിനായി നാമനിർദ്ദേശം ചെയ്ത സമയമായിരുന്നു. സ്വന്തം നേട്ടമായി അവതരിപ്പിച്ച ഗാസ പീസ് പദ്ധതിയെ മാനവികതയെ ഞെട്ടിക്കുന്ന ആക്രമണങ്ങളിലൂടെ നെതന്യാഹു തകർത്തു നൽകി. ആക്രമണങ്ങൾ ഒരിക്കലും നിർത്തിയില്ല. അപ്പോഴും ഇരുവരും താൽപര്യങ്ങളിൽ ഒരുമിച്ചായിരുന്നു. എങ്കിലും തിരിച്ചടികൾ രൂക്ഷമായതോടെ മുഖം രക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യം സംജാതമായി. ഇറാഖ് യുദ്ധത്തിലേറ്റ പരിക്കുകളുടെയും സാമ്പത്തിക തിരിച്ചടികളുടെയും അനുഭവം ഭാരമായി അമേരിക്കയുടെ ചുമലിൽ ഉണ്ട്. സദ്ദാം ഹുസൈന്റെ പക്കൽ വലിയ തോതിലുള്ള മാനവ വിനാശകരമായ WMD പോലുള്ള ആയുധങ്ങൾ ഉണ്ടെന്ന് ആരോപിച്ചാണ് അധിനിവേശത്തിന് തുനിഞ്ഞത്. രാസായുധങ്ങൾ ഒളിപ്പിച്ചതായും പ്രയോഗിച്ചതായും വാദിച്ചു. പിന്നീട് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും UN ഇറാഖ് സർവേ ഗ്രൂപ്പും ഇത്തരത്തിൽ ഒരായുധമില്ലെന്ന് സ്ഥിരീകരിച്ചു. 2020 തന്നെ നെതന്യാഹുവിനെതിരെ ട്രംപ് പരസ്യമായ നീരസം പ്രകടിപ്പിച്ചിരുന്നു. ജോ ബൈഡൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോൾ അഭിനന്ദിച്ചതിന്റെ പേരിലായിരുന്നു ഇത്. പക്ഷെ പിന്നീട് ഇറാൻ യുദ്ധത്തിന്റെ പേരിൽ ഇരുവരും ഒരുമിച്ചു. അമേരിക്കയുടെ വ്യാപാര താൽപര്യത്തിൽ നിന്നും ഭിന്നമായി ഇസ്രയേലിന് പശ്ചിമേഷ്യയിലെ ലക്ഷ്യങ്ങൾ പലതായിരുന്നു. ട്രംപ് യുദ്ധത്തിലും നയതന്ത്രത്തിലും ബിസിനസ് പ്രയോഗിച്ചപ്പോൾ നെതന്യാഹു തികഞ്ഞ രാഷ്ട്രീയ ബുദ്ധി പ്രയോഗിച്ച് മുന്നേറി. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മുൻനിർത്തി സൈനിക ഭാരം കുറയ്ക്കാനും യുദ്ധങ്ങളിൽ നിന്ന് പിന്മാറാനും ട്രംപ് ശ്രമിക്കുമ്പോൾ ഇസ്രയേലിലെ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി യുദ്ധരംഗത്ത് തുടരാനും വംശീയ വിദ്വേഷ നടപടികൾ കടുപ്പിക്കാനുമാണ് നെതന്യാഹു ശ്രമിച്ചത്. കടുത്ത നിലപാടുകളിൽ ഇരുവരും തുടരുന്നു. ഇസ്രയേൽ ക്യാബിനറ്റ് യോഗത്തിലാണ് സമാധാന കരാർ സ്വീകാര്യമല്ലെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചത്. ഹൂതികൾക്കെതിരായ ആക്രമണം നിർത്തിയതും ഹമാസ് പ്രതിനിധികളുമായി നേരിട്ട് ചർച്ചകൾ നടത്തിയതും ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണങ്ങളിൽ ബെയ്റൂട്ട് ലക്ഷ്യമാക്കുന്നതിനെ വിമർശിച്ചതും ഉൾപ്പെടെ വിഷയങ്ങളിൽ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നിരുന്നു. ഈ വർഷം ഇക്കാര്യത്തിൽ കൂടുതൽ കടുത്ത സാഹചര്യങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. 2026 ജൂലൈ 28 വാഷിംഗ്ടണിൽ നെതന്യാഹുവും ട്രംപും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇറാനിലെ പിക്കാക്സ് മൗണ്ടൻ എന്ന ആണവ കേന്ദ്രത്തെക്കുറിച്ച് ഇസ്രയേൽ പുതിയ ആശങ്ക ഉന്നയിച്ചതായി വാർത്തയുണ്ടായി. എന്നാൽ ട്രംപ് അത് വകവെച്ചില്ല. അതൊരു വലിയ വിഷയമല്ല, അതിനെക്കുറിച്ച് അമേരിക്കയ്ക്ക് നേരത്തെ തന്നെ അറിവുണ്ട്
എന്ന വാക്കുകളോടെ തള്ളിക്കളയുകയായിരുന്നു. ഇതോടെ രണ്ടുപേരുടെയും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പതിവുള്ള സംയുക്ത മാധ്യമ സമ്മേളനം നടന്നിരുന്നില്ല. മുടക്കത്തിന് കാരണമായത് എന്തെന്നുള്ള വിശദീകരണവും ഉണ്ടായില്ല. ഈ മാസം ആദ്യവാരം തുർക്കിക്ക് അമേരിക്ക F-35 വിമാനങ്ങൾ വിൽക്കുന്നത് സംബന്ധിച്ചും അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഗാസയിൽ അന്താരാഷ്ട്ര സമാധാന സേനയെ ഇറക്കുന്നതിലും കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തി. ഒടുവിലാണ് കഴിഞ്ഞ ദിവസം 15-ന് ഗാസ സമാധാന കരാറിനെ പരസ്യമായി തള്ളി നെതന്യാഹു രംഗത്തെത്തിയത്. മലയാളി വാർത്ത ഇൻസൈഡ്.